നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ദുബൈയിലാണ്. ദുബൈയിൽ റാഡിസൺ ബ്ലൂ ഹോട്ടലിലാണ്. ഇവിടെ UKF കോളേജ് അലുമിനിയുടെ ഒരു വട്ടം കൂടി എന്ന ഒരു പ്രോഗ്രാം, അവരുടെ ഫസ്റ്റ് ഇത് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയും അവരുടെ ആ ഒരു വിഷനെക്കുറിച്ച് നമുക്ക് അറിയുകയും വേണം. മാം നമസ്കാരം. എന്താണ് UKF കോളേജിൻ്റെ ഈ ഒരു ഫസ്റ്റ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് UKF-ൻ്റെ വെരി ഫസ്റ്റ് ഇൻ്റർനാഷണൽ അലുമിനി മീറ്റാണ്. സോ UKF 2009 തുടങ്ങിയത്. സോ ഏകദേശം ഒരു 13 ബാച്ചസോളം അലുമിനി നമ്മുടെ വേൾഡ് ഓവർ ഉണ്ട്. നമ്മുടെ ഒരു വലിയൊരു അസറ്റാണ് നമ്മുടെ അലുമിനി എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ നമ്മൾ നാട്ടിൽ വെച്ചിട്ടൊരു ഗ്രാൻഡ് മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു ഒരു 2 months ബാക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് വളരെ വലിയൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. എന്നാൽ പോലും മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നമ്മുടെ പകുതിയിലേറെ കുട്ടികൾ ഇന്ത്യക്ക് വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവരിലോട്ട് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്തോട്ട് പോകണം എന്നുള്ളത് മനസ്സിലായി. സോ ഹെൻസ് നമ്മുടെ മെയിൻ വിഷൻ ഓഫ് ബിൽഡിംഗ് ആൻ അലുമിനി കമ്മ്യൂണിറ്റി ഓൾ അറൗണ്ട് ദ വേൾഡ്, ഒരു UKF കമ്മ്യൂണിറ്റി തന്നെ വേൾഡ് ഓവർ ബിൽഡ് ചെയ്യുക, സോ ദാറ്റ് ദേ ക്യാൻ റീകണക്ട്, സപ്പോർട്ട് ഈച്ച് അതർ. അങ്ങനെ ഒരു വിഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. മാത്രമല്ല UKF ഇപ്പോൾ വളർന്നു, ഇപ്പോൾ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായി. 2500ഓളം കുട്ടികളുണ്ട്. സോ ഇറ്റ്സ് ഗ്രോയിങ് ബിഗ് ഡേ ബൈ ഡേ. സോ അവരെല്ലാവരും റീകണക്ട് ചെയ്തിട്ടൊരു UKF കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക വേൾഡ് ഓവർ, ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് അവർ വിഷൻ. ഓക്കെ, താങ്ക് യു. ഏതായാലും നമുക്ക് അകത്തേക്ക് പോകാമല്ലോ. ഞാനിപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, UKF-ൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രൊഫസർ ജിബി വർഗീസിൻ്റെ കൂടെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്? ഹായ്, ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്നിവിടെ UKF എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ UAE ചാപ്റ്ററിൻ്റെ അലൂമിനി മീറ്റാണ് നടക്കാൻ പോകുന്നത്. ഐ തിങ്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ UKF സൃഷ്ടിക്കുന്ന ഒരു പുതിയ ഒരു ചുവടുവെപ്പ് കൂടിയാണിത്. ദ ഫസ്റ്റ് ടൈം ദ ന്യൂ ജനറേഷൻ കോളേജ് ഈസ് കണ്ടക്ടിങ് an alumni meet in UAE. More than 300 students are here. അവിടെ ഞങ്ങളുടെ പഴയ മിടുക്കരായ എഞ്ചിനീയേഴ്സ് UAE-ലെ പല എമിറേറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കൗണ്ട് കൃത്യമായി എടുത്താൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 350 to 500. അപ്പം ദേ ആർ ഡൂയിങ് നല്ല ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ജോബ് ചെയ്യുന്നവരുണ്ട്, ദ മാനേജ്മെൻറ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ വാട്ട് വി ആർ തിങ്കിങ് ഈസ് ഒരു ഇൻ്റർ കണക്ഷൻ ഓഫ് ഞങ്ങളുടെ ഗ്രൂംഡ് എഞ്ചിനീയേഴ്സ്. അത് ദാറ്റ് ഈസ് ഫോർ ദ UAE, ദാറ്റ് ഈസ് ഫോർ ഇന്ത്യ. ഇവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റിക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ ടു ദ ഓൾ പെർസ്പെക്റ്റീവ്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ കണക്ടിവിറ്റി, socialization, arts, sports, charity, then grooming level. ഇപ്പം UAE-ലെ വിദ്യാർത്ഥികളെ ഗ്രൂം ചെയ്യാൻ, ആൻഡ് വി ബിലീവ് ദാറ്റ് അവർ അലൂമിനി ഇസ് ദ ബെസ്റ്റ്. കാരണം ഞങ്ങൾ നന്നായിട്ട് ഗ്രൂം ചെയ്ത് വിട്ട നമ്മുടെ അലൂമിനിക്ക് ഇവിടെ ഉള്ള ഭാവി എൻജിനീയേഴ്സിനെ ഗ്രൂം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സോ ദെൻ ദ കണക്ടിവിറ്റി ആൻഡ് ദ സോഷ്യലൈസേഷൻ. UAE-യുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് സോഷ്യലൈസേഷൻ്റെ ഒരു മാതൃക, കണക്ടിവിറ്റിയുടെ ഒരു മാതൃക, ദ ഫാമിലി കണക്ടിവിറ്റിയുടെ ഒരു മാതൃക, അത് കാണിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു സംരംഭത്തിന് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. UKF-ൻ്റെ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ അനീഷാണ് എന്നോടൊപ്പം. അനീഷേ, മോർണിംഗ്. ഇപ്പം UKF-ന്ന് നേരിട്ട് ദുബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? എന്താണ് അനീഷ ഇവിടുത്തെ പ്ലാനുകൾ?
അതായത് നമ്മളിപ്പോൾ UKF എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിനകത്ത് ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു ബാക്കപ്പ് നമുക്കവിടെ ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് വ്യത്യസ്തമായിട്ടുള്ള, അതായത് വിദ്യാഭ്യാസത്തിനകത്ത് നമ്മൾ ഒരുപാട് പുതുമകളുമുണ്ട്. പുതുമ എന്ന് പറയുന്നത് ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് കേവലം പാഠപുസ്തകം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുക എന്നതിലുപരി അവൻ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഒരു പ്രൊജക്റ്റ് ഓറിയൻ്റായിട്ട് ചെയ്ത് പ്രസൻറ്റേഷനുകൾ ചെയ്ത് അവൻ്റെ എത്രത്തോളം ടെക്നിക്കൽ സ്കില്ലുകൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുവരിക, അവൻ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പാസ് ഔട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒട്ടനവധി കുട്ടികൾ ഇന്നിപ്പോൾ ദുബായ് ഏരിയയിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അവരുടെ നിരന്തരമായിട്ടുള്ള പല കോൺടാക്റ്റുകളും. അപ്പോൾ ഞങ്ങളിപ്പോൾ അലൂമിനി കുറച്ചുകൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഡിസംബറിൽ ഞങ്ങൾ ഓൾറെഡി കേരളത്തിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അവർ പറഞ്ഞ് കുറേ പേർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ദുബായ് ബേസിൽ നമുക്കൊരു അലൂമിനി സെക്ഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവരൊരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടനവധി കുട്ടികൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ള പ്ലാനുകൾ? ഓക്കെ, ഞങ്ങൾ 2009 തുടങ്ങിയ കോളേജാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ NBA 3 ബ്രാഞ്ച് NBA അക്രഡിറ്റേഷനായി. അതുപോലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും യങ്ങസ്റ്റ് കോളേജ് എന്ന രീതിയിൽ ഞങ്ങൾ ഓട്ടോണമി പദവിയിലെത്തിയിരിക്കുകയാണ്. അത് കേരളത്തിലെ ഏറ്റവും ചെറിയ കോളേജ് എന്നതിൽ ഇത്രയും പെട്ടെന്ന് പദവിയിലെത്തുന്ന ഒരു കോളേജ് ഞങ്ങൾ തന്നെയാണ്. കാരണം അത് ഞങ്ങളെ നിരന്തരമായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ കുട്ടികളുടെയും അധ്യാപകരുടെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോണമി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. അതായത് നമ്മൾ തന്നെയാണ് അതിനകത്ത് എല്ലാ ഇനിഷ്യേറ്റീവ്സും ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, അതിനുശേഷം അധ്യാപകനായി മാറിയപ്പം നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടാകും. അതായത് ഇന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ, ഇന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനുകൾ, ലാബുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. പക്ഷേ അന്ന് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ വരുമ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷേ ഇപ്പം നമുക്കത് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഇയർ തൊട്ടൊരു കുട്ടി, അതായത് സാധാരണ പ്രസൻറ്റേഷൻസും പ്രൊജക്റ്റുകളും എന്നൊക്കെ പറഞ്ഞാൽ ഫൈനൽ ഇയറിലാണ് കുട്ടികൾക്ക് വരുന്നത്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് തന്നെ ഈ പ്രൊജക്റ്റുകൾ കുട്ടികൾ ചെയ്യിപ്പിക്കുന്നത്, അവർ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതായത് അതിൻ്റെ കണ്ടിന്യൂസ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഒരു കുട്ടി ഫസ്റ്റ് ഇയറിൽ നിന്ന് ഫൈനൽ ഇയർ എത്തുമ്പോഴത്തേക്ക് അവൻ ടെക്നിക്കലി അല്ലെങ്കിൽ അവനൊരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വലിയൊരു കൺസെപ്റ്റ് അവന് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഒരു കുട്ടി ഫൈനൽ ഇയർ പാസ് ഔട്ട് ആകുമ്പോൾ അവന് എന്തൊക്കെ എബിലിറ്റീസ് വേണമെന്ന് നമ്മൾ ഓൾറെഡി ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ ലാംഗ്വേജ് ആണെങ്കിൽ, സെക്കൻഡ് ഇയറിൽ ചില കോഡിങ് സ്കില്ലായിരിക്കും, അതിനുശേഷം റോബോട്ടിക് സ്കില്ലായിരിക്കും. ഇങ്ങനെ ഓരോ തരത്തിലുള്ള സ്കില്ലുകൾ കുട്ടി അക്വയർ ചെയ്യാനായിട്ട് നമ്മളവനെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അത് ഓട്ടോണമിയിൽ നമ്മൾ സിലബസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ മാനേജ്മെൻ്റ് ആണെങ്കിലും ഞങ്ങളെ ടീമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമുള്ളൂ. ഒരു കുട്ടി UKF എന്ന് പാസ്ഔട്ട് ആയി കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡഡായി വെളിയിൽ പോകണം. അവന് പിന്നെ അഡീഷണൽ ആയിട്ട് സ്കില്ലുകൾ കമ്പനീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ഒരു കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. തീർച്ചയായിട്ടും. വെരി ഗുഡ്, താങ്ക് യു സർ. UKF 17 വർഷമായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന താങ്കൾക്ക് വളരെ വളരെ വെൽക്കം ദുബൈയിലേക്ക്. അതുപോലെ തന്നെ 13 വർഷമായിട്ട് അധ്യാപികയായിട്ടുള്ള അഞ്ജലിക്കും വെൽക്കം ടു ദുബായ്. അപ്പൊ ഈ നിങ്ങള് ഫസ്റ്റ് ടൈം ആയിരിക്കും ദുബൈയിലേക്ക് വരുന്നത് അല്ലേ? അതെ. ഈ UKF-ഉമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഞങ്ങള് ഇപ്പം 2009 മുതൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളെ മീറ്റ് ചെയ്യുക, ഞങ്ങള് ചാരിറ്റി, പിന്നെ നമുക്ക് ഒരുപാട് വിഷയമുണ്ട്. നമ്മുടെ കോളേജിന്റെ ഒരുപാട് വിഷയമുണ്ട്. ഇപ്പം നമ്മുടെ നിലവിലുള്ള കോളേജിന്റെ സ്ഥിതി 2009 ശേഷം ഇപ്പം നമ്മുടെ കോളേജ് ഓട്ടോണമസ് ആണ്, അതിന് NBA അക്രഡിറ്റഡ് ആണ്, NAC, ഇതെല്ലാം നമ്മൾ ഇപ്പം NAC-ലേക്ക് നമ്മൾ ശ്രമിക്കുകയാണ്. തിരിച്ച് ഇങ്ങനെ പുതിയ അക്രഡിറ്റേഷൻ ബോഡിയിലേക്ക് എത്തിയാണ്. അപ്പം നമ്മളിപ്പോൾ സ്വയംഭരണാവകാശം ആയതിനു ശേഷം നമ്മളിപ്പോൾ തന്നെ കോളേജിൽ ഏകദേശം 2000 എബോവ് സ്റ്റുഡൻസ് ആയി. പോളിടെക്നിക് ഏകദേശം 90% റിസൾട്ടാണ് പോളിടെക്നിക്. BTechനെ സംബന്ധിച്ചോളം നമുക്കുള്ളൊരു 70-80 റിസൾട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുക
ആക്കുക എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷനും മിഷനും. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് അലുമിനിയ ദുബൈയിലെ ഇത് ചെയ്യണം അല്ലേ? അപ്പം ടീച്ചറിന്റെ അഞ്ജലി മിസ്സിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ. ഞാനിവിടെ 2013 ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ 2025 പാസ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു 13 ബാച്ച് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കുട്ടികൾ നമ്മുടെ UAE മാക്സിമം കുട്ടികൾ ഉണ്ട് എന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മളിവിടെ ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമുക്ക് ജോയിൻ ആയി ഗ്രൂപ്പിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ദെൻ നമ്മുടെ അലുമിനി മീറ്റിന്റെ പേര് ലെഗസി എന്നാണ്. ലെഗസി 2K26 ഇപ്പോൾ ദുബായ് ചാപ്റ്റർ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നെറ്റ്വർക്കിംഗ് നമുക്ക് എൻറ്റയർ വേൾഡിലോട്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് കാനഡയിലും അങ്ങോട്ടും ഒക്കെ ഉണ്ട്, ഓസ്ട്രേലിയയിലും എല്ലാം ഉണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാതറിംഗ് മാത്രമല്ല ഇത് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് വെച്ചിട്ട് ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെ നമുക്ക് അവർക്ക് ആ ഒരു കണക്ടിവിറ്റി കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അലുമിനീസിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവരെ നമുക്കൊന്ന് കൈപിടിച്ച് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു കൊളാബറേഷൻ നമുക്ക് കോളേജിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി കൊണ്ടുവരണം. അങ്ങനെ വലിയൊരു ഫാമിലി ആയി ഇതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു അലുമിനി മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഫുഡ് കഴിച്ച് പിരിയുന്ന ഒരു വിഷൻ അല്ല. നമുക്ക് അതിനെ നെറ്റ്വർക്ക് ഫാമിലിയെ ഒന്ന് കൊണ്ടുവരിക, അതുവഴി ഒരുപാട് പേരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതുകൊണ്ട്. താങ്ക് യു സർ. എന്താണ് ഈ അലുമിനിയുടെ നിങ്ങളുടെ ഒരു ലക്ഷ്യം? നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു കോളേജ് ദുബായിൽ വെച്ച് ഇങ്ങനെ അലുമിനി പ്ലാൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാ കോളേജും കോളേജായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു അലൂമിനി ഇവിടെ ദുബായിൽ ഇങ്ങനെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയത്തില്ല. നോർമലി അലൂമിനീസ് ആണ് ശരിക്കും ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കേസിൽ ഞാൻ ജസ്റ്റ് ഇനിഷ്യലി വേറൊരു ഡിസ്കഷനിൽ മാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാമാണ് പറഞ്ഞത് നമുക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു അലൂമിനി നമുക്ക് കൂടിക്കൂടാ എന്നുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത മാമാണ്, അമൃത മാമാണ്. അപ്പം ആദ്യം തന്നെ മാമിന് ഒരു നന്ദി പറയണം. കാര്യം ഈ ഒരു ഇനിഷ്യേറ്റീവ് അതും ദുബായ് പോലൊരു സ്ഥലത്ത് ഇത്രയും പേര് കൊണ്ട് സാധിച്ചതിൽ അത് ഒരു വലിയ ഇതാണ്. എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളതിലല്ല, ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ ഇത്രയും പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളൊരു 200 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കൗണ്ട് എന്നുള്ളത്. അലൂമിനിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പരസ്പരം നമ്മൾ കഴിഞ്ഞുപോയ ഓർമ്മകൾ ഓർത്തെടുക്കുക, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, വന്ന് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാകുക, ഒരു നെറ്റ്വർക്കിംഗ്. പിന്നെ നമുക്ക് ഫൈനാൻഷ്യലി ആയാലും ഒറ്റപ്പെട്ട് കഴിയുന്നവർ കാണും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കാണും, നമ്മൾ കൂട്ടത്തിലുള്ള നമുക്കറിയാത്ത ഒരുപാട് പേരാണ്, അവർക്കൊരു കൈത്താങ്ങാകുക. പിന്നെ ജൂനിയേഴ്സ് നമ്മൾ പഠിച്ചിറങ്ങി വരുന്ന ജോലി തേടി ഇവിടെ വരുന്ന വിസിറ്റിൽ വരുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുക, നമ്മളൊരു ഫാമിലി കണക്കായി മാറുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇവൻറ്റ്സ് വെച്ച് പരസ്പരം ബോണ്ട്, കമ്മ്യൂണിക്കേഷൻ അതൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ള നമ്മുടെ ഫാമിലി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൊണ്ടും പരസ്പരം മനസ്സിലാക്കി എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന ആൾക്കാരെ കൈപിടിച്ച് കൊണ്ടുവരിക, അവർക്കൊരു കരുതലും കൈത്താങ്ങാകുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മാമിൻ്റെ അഭിപ്രായം? അതെ, ഞാനും ഈ അലുമിനി മീറ്റിൽ വരണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എബ്രോഡിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കണം. അതിന് ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ്, ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് സഹായിക്കും. അപ്പോൾ എനിക്ക് ഇവരെല്ലാവരും പുതിയതാണ്. ഞാനിവിടെ ഒന്ന് കാണുമ്പോൾ ഇവരിൽ നല്ലൊരു ഇപ്പം ജോബ് വൈസ് നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല പൊസിഷനിലിരിക്കുന്നവർ കാണും. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർ കാണും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഒബ്വിയസ്ലി നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ 2009 to 13 ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെ കാണണം, എൻ്റെ ടീച്ചേഴ്സിനെ കാണണം. ബട്ട് സാഡ് ഫാക്ട് എന്ന് വെച്ചാൽ അഞ്ജലി മിസ് മാത്രമേ ഉള്ളൂ, ശ്യാം സാറിനെ അറിയാം, വേറെ ഒരാളെ എനിക്ക് ഇവിടെ അറിയത്തില്ല. പക്ഷേ ഇതൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിൽ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് താങ്ക് യു ടു ദി ജൂനിയേഴ്സ് ബിക്കോസ് ദേ
are the backbone of this event, and they put a lot of effort to make this event happen. Thank you so much, Aju. Yes. നമ്മൾ ഈ മാക്സിമം നമ്മൾ യു എയിൽ കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈമിൽ നമ്മളിവിടെ മാക്സിമം ഗെറ്റ് നടത്താറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കോളേജിൻ്റെ ഈ ഒരു പരിപാടി നമ്മൾ അതായത് 2000 സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു കറണ്ട് റണ്ണിങ് വരെ നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് കോളേജ് ത്രൂ ചെയ്യാൻ പറയുന്നത് ഒരു നല്ലൊരു പരിപാടി നമുക്ക് കാണാൻ തോന്നുന്നുണ്ട്. 13 ബാച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മുടെ സ്ട്രെങ്ത് എത്രത്തോളം ആണെന്ന്. അപ്പം അതിനകത്ത് കുറേ പേരെയൊക്കെ നമുക്കിപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. കുറച്ച് പേര് ഓൺ ദി വേ ആണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ആ കോളേജ് ലൈഫിൽ നിന്ന് നിങ്ങളിപ്പോൾ ഇവിടെ UAE എത്തിയിരിക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫെല്ലാം സെറ്റിലായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ആണല്ലോ. അതൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പിള്ളേരാണിതെല്ലാം. ഇതിനകത്ത് എത്രത്തോളം ആൾക്കാർക്ക് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവരെയും തന്നെ. ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജലി. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ 13 വർഷമായിട്ട് UKF-ലുണ്ട്. ദെൻ അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം ഡയറക്ടർ അമൃത മാം. അമൃത മാമിനെ അറിയാത്ത ഇവിടെ ആരുമില്ല. അപ്പോൾ മാമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തതായി നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരാളെയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ഗൈഡൻസിന് വേണ്ടി നമുക്കുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ജിബി വർഗീസ് ആണ്. സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. സാറ് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ആയിട്ട് 5 വർഷമായി. അടുത്തതായിട്ട് UKF-ൻ്റെ വൈസ് പ്രിൻസിപ്പൽ റനീഷ് VN വൈസ് പ്രിൻസിപ്പൽ. എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമുണ്ട് ശ്യാം സാറിൻ്റെ. ശ്യാം സാറിനെ ഇവിടെ കാണുന്നില്ല. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് ശ്യാം സാറിൻ്റെത്. നോർമലി എല്ലാ കോളേജുകളും അലൂമിനീസ് ആണ് ശരിക്കും അലൂമിനി മീറ്റ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പം നമ്മളിവിടെ ഈ ഒരു അലൂമിനി മീറ്റിന് കാരണം അമൃത മാമാണ്. അപ്പം ഞാൻ ആദ്യമേ ഇനിഷ്യലി മാമിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യമായിട്ട് ഡിസ്കഷനിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നാട്ടിൽ അലൂമിനീസിൻ്റെ അലൂമിനിയം മീറ്റിനെ പറ്റി സംസാരിച്ച കൂട്ടത്തിലാണ് മാം പറഞ്ഞത് ഇവിടെ ദുബായിലാണ് നാട്ടിലേക്കാട്ടി ആൾക്കാർ കൂടുതൽ, എങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു അലൂമിനിയം മീറ്റ് സംഘടിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ഇത് വന്നത്. അപ്പം അത് പറഞ്ഞ ഉടനെ മാം പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, എത്രയും വേഗം ഇവിടെ നമുക്ക് ഒരു അലൂമിനിയം മീറ്റ് റെഡിയാക്കാമെന്ന് പറഞ്ഞ് മാമാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ മാമിന് ഇതിന് നമ്മളൊരു വലിയൊരു കൈയടി കൊടുക്കണം. ഈ ഒരു അലൂമിനിയം മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചതിന്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത് അനീസ് സാറാണ്. അനീസ് സാറ്, അഞ്ജലി മിസ്, ശ്യാം സാറ്, ജിബി സാറിനെ എനിക്ക് അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പം ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അനീസ് സാറിനെയും അഞ്ജലി മിസ്സിനെയും. ഇവരെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് മതിയാവില്ല, കാര്യം അത്രത്തോളം നമുക്ക് പറയാനുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അലൂമിനിയം മീറ്റ് ജസ്റ്റ് ഇന്ന് വന്ന് അല്ലെങ്കിൽ ഇനി അടുത്തൊരു കൊല്ലം ഒരു ദിവസം വന്ന് പോവുക എന്നുള്ളതല്ല നമ്മുടെ ഈ അലൂമിനിയം മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹലോ UKF, മറന്നുപോയോ? ഹലോ UKF, എവിടെ നമ്മുടെ സൗണ്ട്? എവിടെ എനർജി? എവിടെ പോരോ? എല്ലാവരും വളർന്നു വലുതായപ്പോ എനർജി ഒക്കെ പോയോ? ഹലോ UKF, വെരി ഗുഡ്. അയ്യോ, വീണ്ടും ബാക്ക് ടു കോളേജ് ആയി അല്ലേ? സോ റെസ്പെക്റ്റഡ് dignitaries here and all my UKF family members, it's a dream come true moment for UKF today. This is our first ever international alumni meet happening, and this is just a beginning. And I'm very thankful to all of you who have, taken a good time from your day and who had come here so that we can reunite, reconnect everything. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളൊക്കെ വലിയ എൻജിനീയേഴ്സ്, മാനേജേഴ്സ് ഒക്കെ ആയെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് UKF-ൻ്റെ ഒരു ലിവിങ് ലെഗസി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മീറ്റിന് ലെഗസി 2K26 എന്ന് പേരിട്ടത് പോലും. സോ നമ്മളിവിടെ വന്നിരിക്കുന്നത്, നമ്മളൊരു യങ് കോളേജാണെന്ന് അറിയാലോ കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ TKM അല്ലെങ്കിൽ CET പോലത്തെ കോളേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി യങ് കോളേജാണ്. ഓൾമോസ്റ്റ് 13 ബാച്ചസ് ആണ് പാസ് ഔട്ട് ആയിട്ടുള്ളൂ. സ്റ്റിൽ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 2500 അലുമിനി ഉണ്ട് ഇപ്പോൾ നമുക്ക്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് പടർന്ന് പന്തലിച്ച് ലോകം മൊത്തം വളർന്നു വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ന് UKF കമ്മ്യൂണിറ്റി. ആൻഡ് ഐ ക്യാൻ വെരി പ്രൗഡ്ലി സേ ദാറ്റ് ബിക്കോസ് ഐ ട്രാവൽ എ ലോട്ട്. ഏത് ഭാഗത്ത് ട്രാവൽ ചെയ്താലും, അത് നാട്ടിലായിക്കോട്ടെ, അങ്കമാലി ആയിക്കോട്ടെ, ആലുവ ആയിക്കോട്ടെ, ആലുവ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, ആംസ്റ്റർഡാം ആയിക്കോട്ടെ, മ്യൂണിക് ആയിക്കോട്ടെ, wherever you go,
whenever I put a status, I get a message for sure, ma'am, ഇവിടെ ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ഉണ്ട്. So this is our first international meet. We hope we will have more to come in other parts of the world. And we already have organized a gala meet of alumni in Kollam 2 months back, and that was a grand success. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അലുമിനി വന്നു. സ്റ്റിൽ ഇതിനകത്തോട്ട് എത്തിച്ചേരാൻ കുറേ ആൾക്കാരുണ്ട്. സോ നമുക്ക് എല്ലാവരും ഒത്തുചേർക്കാം. ദിസ് ഇസ് എ ബിഗിനിങ്. ഇനി ഇതിൻ്റെ ഒരു വിഷൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, നൊസ്റ്റാൾജിയ, റീകണക്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മെയിൻ പർപ്പസ് ഈസ് ടു ബി ദെയർ ഫോർ ഈച്ച് അതർ. അത് നിങ്ങൾ പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും, ഐ എം ടെലിംഗ് യു, എനിത്തിങ് യു ഹാവ് ഇൻ മൈൻഡ്, ഇറ്റ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് finding a school for your kid in one place, or to find which whom to contact what. എവിടെയാണെങ്കിലും ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ദിസ് ഷുഡ് ബി യുവർ ഫസ്റ്റ് ഗോ ടു പ്ലേസ്. അതായത് പേഴ്സണൽ കാര്യം ആയിക്കോട്ടെ, പ്രൊഫഷണൽ കാര്യം ആയിക്കോട്ടെ. പ്രൊഫഷണലി ജോലി പോകുമ്പോൾ മാത്രമല്ല, നിലവിൽ നിങ്ങൾ ജോലിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ് ഇന്ന സ്ഥലത്ത് ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടുപിടിക്കണം. You need not know who is the UKF alumni there. But we are building a community that you can just go in and ask, I want a consultant from UK, can someone from UKF community help us? എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ അലുമിനിക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ആസ്ക് ചെയ്യണം. സോ അങ്ങനെ ആസ്ക് ചെയ്യാനുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇനി നിങ്ങളെല്ലാവരും ഇവിടെ പ്രവാസികളായി മാറി, നാട്ടിൽ നിങ്ങളുടെ പേരൻസ് ഉണ്ട്, അവിടെ അവർക്കൊരു അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല, അപ്പോൾ പോലും നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. സോ എനിത്തിങ് പ്രൊഫഷണൽ ഓർ പേഴ്സണൽ നീഡ്, ഇറ്റ് ക്യാൻ ബി ബിഗ്, സ്മോൾ, or it can be as big as you are going through a tough time in your life. The first go-to place to ask should be this community. Whether you know each other or not, we are a family spread across the world. So believe me, we are building a huge family like this, a huge network. So അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതിന് ടെക്നോളജി ബാക്കപ്പ് ചെയ്യും. നമ്മൾ അതിനൊരു ആപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതിനൊരു ചാപ്റ്റർ ഉണ്ട് നമ്മുടെ ERP-യിൽ. യു ഓൾ വിൽ ബി ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ടു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കാണ് നമ്മൾ വിഷൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ബിഗിനിങ് ആണിത്. നിങ്ങളെല്ലാവരും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കോളേജിൽ, ഇപ്പോൾ കോളേജിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നറിയോ? We have around 2,100 plus students inside the campus. Yes, Monith is back. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഉറ്റുനോക്കി നിങ്ങളൊക്കെ എവിടെ എത്തണേന്ന് ജേണി കണ്ടുകൊണ്ടിരിക്കുന്ന 2,100 പ്ലസ് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളാരും ചില്ലറക്കാരല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ എക്സാമ്പിൾസ് പറഞ്ഞ് ഇങ്ങനെ അലുമിനിയെ കൊണ്ട് ഇൻറ്ററാക്ട് ചെയ്യാണ്. ഇപ്പോൾ അവിടെ ആര് വന്നാലും നമ്മൾ ഒന്ന് ക്ലാസ്സിൽ പോയി സംസാരിക്കുമോ? നിങ്ങൾ അത്ര ടോപ്പ് ലെവലോ ബോട്ടം ലെവലോ ഒന്നും നോക്കണില്ല. യു ആർ എ UKF alumni, യു ക്യാൻ ഗോ ആൻഡ് സ്പീക്ക് ടു അവർ സ്റ്റുഡൻസ്, യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടിയിണക്കി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ആൻഡ് അമീർ ഖാൻ, കുഡോസ് ടു യു. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളിലേക്ക് പറയേണ്ടതല്ല, നിങ്ങൾ വന്ന് പറയേണ്ടതാണ്. അപ്പോൾ ദ ഡിസ്കഷൻ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. അപ്പോൾ ഡിസ്കഷന് മുമ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ വലിയൊരു സൗണ്ട് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാച്ച് വൈസ് നമുക്കൊന്ന് ചീറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, 2013 പാസ് ഔട്ട്, 2013 പാസ് ഔട്ട് എത്ര പേരുണ്ട്? ആ സൗണ്ട് എന്താ, നമുക്ക് അവർക്ക് ക്രിയേറ്റിവിറ്റി കൊടുക്കാം അല്ലേ? ഓക്കെ, ഒന്ന് ചീറപ്പ് ചെയ്തേ. 2013 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചീറപ്പ് എടുത്താം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇവര് കാണിച്ചില്ല, സിമ്പിളാണ്. And this is for 2013, the first pass out batch. Ready? 1 2 3 start. Wow!
2 വർഷത്തിനുള്ളിൽ we will be the front runners. ജനുവരി 2 അബുദാബിയിൽ സംഘടിപ്പിച്ചിരുന്നു, 1500 വരെ പങ്കെടുപ്പിച്ചുകൊണ്ട്. 2 വർഷത്തിനുള്ളിൽ we will do that. നമ്മൾ പങ്കെടുപ്പിക്കാം, ഇസ്രായേൽ ഫാമിലി മീറ്റ് പങ്കെടുപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. UKF ഇങ്ങനെ ഒരു വെന്യൂ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ UKF-ൽ കഴിഞ്ഞ ആഴ്ച വിസിറ്റ് ചെയ്തിരുന്നു. മനോഹരമായൊരു ക്യാമ്പസ്, ആദ്യമായിട്ടാണ് ഞാനത് വിസിറ്റ് ചെയ്തത്. അപ്പം ഇതും ഒരു മനോഹരമായൊരു ഈവൻ്റ് ആയിരിക്കട്ടെ. കൂടുതൽ നിങ്ങളുടെ മെമ്പേഴ്സിനെ, ഫാമിലീസിനെ ഉൾപ്പെടുത്തി വലിയ ഒരു കാർണിവൽ തന്നെ നടത്താൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇതിന്റെ ഒരു മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇവരുടെ തീരുമാനത്തെ നമ്മൾ പിന്താങ്ങാല്ലേ? നല്ലൊരു കമ്മിറ്റിയെ 1000 നന്ദി. എല്ലാവരും ന്യൂ ഫേസസ് ആണ്, പക്ഷെ എനിക്ക് ഇപ്പം അങ്ങനെ തോന്നില്ല. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും എനിക്ക് അയ്യോ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് തോന്നി. പക്ഷേ എല്ലാവരും ഇപ്പം എനിക്ക് അറിയാമെന്ന ഒരു ഫെമിലിയർ ഫേസസ് ആയി മാറി.